ചുരിദാറും നല്ല വലിയ ജിമിക്കയും കറുത്ത വട്ടപ്പൊട്ടൊക്കെ തൊട്ടതാ ഈ ഒരു ട്രഡീഷണൽ അറ്റയർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടി കാണും നമ്മളിത് എങ്ങോട്ടാണ് പോകുന്നത്. അതേ ഗൈസ്, നമ്മൾ പോകുന്നത് മുരുടേശ്വരം അമ്പലത്തിലേക്കാണ് കേട്ടോ. ഈ ഒരു യാത്രയുടെ ഏറ്റവും വലിയ ആകർഷണവും അത് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ഗോപുരം എത്തിയിട്ടുണ്ട്. ഈ ഒരു അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 3 ഭാഗവും അറേബ്യൻ സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കർണാടകയിലെ തീരദേശ പ്രദേശമായിട്ടുള്ള മുരുടേശ്വരത്താണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം ഗോപുരം കടന്നപ്പോൾ തന്നെ നമ്മളുടെ കണ്ണിൽപ്പെട്ടത് തലയെടുപ്പോടെ നിൽക്കുന്ന ആ ഒരു ശിവപ്രതിമയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ലോകത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ ശിവശില്പമാണ്. ഏകദേശം 123 അടിയോളം ഉയരമുണ്ട് കേട്ടോ. എവിടെ നിന്ന് നോക്കിയാലും കാണാൻ പറ്റുന്ന ഈ ഒരു രാജഗോപുരവും അതേ കണക്ക് തന്നെ ഈ ഒരു ശിവപ്രതിമയും തന്നെയാണ് കേട്ടോ നമുക്ക് കണ്ണിന് കുളിർമ തരുന്ന ഇവിടുത്തെ ഒരു പ്രധാന കാഴ്ച എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു നേരെ അമ്പലത്തിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. ശരിക്കും ഈ ഒരു അമ്പലത്തിന് ചുറ്റും ഇപ്പോഴാണ് കേട്ടോ ഈ ഒരു ചുറ്റുമതിലൊക്കെ വന്നത്. ഏകദേശം 10-20 വർഷങ്ങൾക്ക് മുമ്പൊക്കെ എൻ്റെ ഹസ്ബൻഡൊക്കെ വന്നിരുന്ന സമയത്ത് ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുകയായിരുന്നു. നമുക്ക് അമ്പലത്തിൽ നിന്ന് ഓടി കടലിലേക്ക് പോകാമായിരുന്നു. പക്ഷെ ഇപ്പോൾ നടക്കില്ല. പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങനെ ആവോളം കടലിന്റെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാം അല്ലേ. ഈ ഒരു ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് എനിക്ക് തോന്നിയത് ഇവിടുത്തെ കൊത്തുപണികളും അത് കണക്കാன ഓരോ ശില്പങ്ങളാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഓരോ ശില്പങ്ങൾക്കും ഓരോ കഥകൾ പറയാനുണ്ട്. ഒരു വലിയ ശിവഭക്തനായിരുന്ന രാവണന്റെയും ആട്ടിടയനായി വേഷം ധരിച്ച് രാവണന് മുന്നിലെത്തിയിരുന്ന ഗണേശന്റെയും ഈ ഒരു പ്രതിമയാണ് കേട്ടോ ഈ ഒരു അമ്പലത്തിന്റെ ചരിത്രം തന്നെ പറയുന്നത്. വലിയ ഒരു ശിവഭക്തനായിരുന്നു രാവണൻ ലങ്കയിലേക്ക് ശിവന്റെ ആത്മലിംഗം കൊണ്ടുപോകാൻ തുനിയുകയും എന്നാൽ ഒരു ആട്ടിടയന്റെ വേഷം ധരിച്ചെത്തിയ ഗണപതി രാവണന് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. ദേഹശുദ്ധി വരുത്താൻ എന്ന രാവണൻ ആ ഒരു ശിവലിംഗം ഗണപതിയുടെ കയ്യിൽ കൊടുക്കുകയും ഗണപതി ആ ഒരു ശിവലിംഗം താഴെ വെക്കുകയും ചെയ്തു. അങ്ങനെ ആ ഒരു ശിവലിംഗം അവിടെ ഉറച്ചുപോയി. അങ്ങനെയാണ് ഈ ഒരു മുരുടേശ്വരം ക്ഷേത്രം ഉണ്ടായതെന്നാണ് ഐതിഹ്യം. ഈ ഒരു ക്ഷേത്രത്തിൽ എനിക്ക് ആകെ അറിയാവുന്ന ചരിത്രം ഇത് മാത്രമാണ്. ചരിത്രങ്ങളെ കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ ഈ ഒരു ശിവപ്രതിമയൊക്കെ നോക്കിയത് ഇങ്ങനെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഈ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും ബൈ.